ഹലോ എവറി വൺ. പ്രപ്പ് വിത്ത് ആൻജസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേടെക് സീടെറ്റ് LP UP പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൈക്കോളജിയുടെ ആമുഖ ഭാഗത്തെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണുക, അതിനുശേഷം മാത്രം ഈ ക്ലാസ് കാണുക. അപ്പോഴാണ് നിങ്ങൾക്കൊരു തുടർച്ച ലഭിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സൈക്കോളജിയിലെ മനഃശാസ്ത്ര പഠന രീതികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്നതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മനഃശാസ്ത്രത്തിന് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന നിർവചനം വ്യവഹാര ശാസ്ത്രം എന്നാണ് അല്ലേ. JB വാട്സൺ ആണ് അങ്ങനെ ഒരു നിർവചനം മനഃശാസ്ത്രത്തിന് കൊടുത്തത്. മനഃശാസ്ത്ര പഠന രീതികൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ അല്ലെങ്കിൽ മെത്തേഡ്സ്, അതിനെയാണ് മനഃശാസ്ത്ര പഠന രീതികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പഠന രീതികൾ പറയുന്ന പേരാണ് മനഃശാസ്ത്ര പഠന രീതികൾ. വ്യവഹാരങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ബിഹേവിയർ അല്ലെങ്കിൽ ചിന്തകൾ, പ്രവൃത്തികൾ, സ്വഭാവം ഒക്കെയാണ് ഈ വ്യവഹാരത്തിൽ ഉൾപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു, പെരുമാറുന്നു, മനസ്സിലാക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പഠന രീതികളാണ് മനഃശാസ്ത്ര പഠന രീതികൾ. വിവിധ രീതികളുണ്ട്, നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തത് ആത്മപരിശോധനാ രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠാ രീതി എന്നും പറയാറുണ്ട്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇൻട്രോ, സ്പെസിയർ എന്നീ രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്ക് ഉണ്ടാകുന്നത്. നോട്ട് ചെയ്ത് വെക്കണം, ലാറ്റിൻ വാക്കുകളാണ് ഇൻട്രോ ആൻഡ് സ്പെസിയർ. ഇൻട്രോ എന്ന വാക്കിന്റെ അർത്ഥം ഇൻവാർഡ് അല്ലെങ്കിൽ വിത്തിൻ, ഉള്ളിലേക്ക് എന്നർത്ഥം വരുന്ന ഇൻവാർഡ് അല്ലെങ്കിൽ വിത്തിൻ എന്നൊക്കെയാണ് ഇൻട്രോ എന്ന വാക്കിന്റെ അർത്ഥം. സ്പെസിയർ എന്ന വാക്കിന്റെ അർത്ഥം ടു ലുക്ക് അറ്റ്, നോക്കൽ, ടു ലുക്ക് അറ്റ്. അതായത് ഇവിടെ ഇൻട്രോസ്പെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കലിനെയാണ്. വാക്കുകൾ മറന്നു പോകരുത്, ലാറ്റിൻ വാക്കുകളാണ് ഇൻട്രോ, സ്പെസിയർ. ഇൻട്രോ എന്ന് വെച്ചാൽ ഇൻവാർഡ്, വിത്തിൻ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക്. സ്പെസിയർ ടു ലുക്ക് അറ്റ്, നോക്കൽ. ഇൻട്രോസ്പെക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ആത്മപരിശോധന രീതി കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കൽ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് സ്വന്തം മാനസികാവസ്ഥകളെയും മാനസിക പ്രതിഭാസങ്ങളെയും വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ആത്മനിഷ്ഠാ രീതി അല്ലെങ്കിൽ ആത്മപരിശോധനാ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരാൾ സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് സ്വന്തം മാനസികാവസ്ഥകളെയും മാനസിക പ്രതിഭാസങ്ങളെയും വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ ആത്മപരിശോധനാ രീതി. ഇവിടെ മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ചിന്തകൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, പ്രതീക്ഷകൾ, ഇതിനെയൊക്കെയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അടിമുടി വിലയിരുത്തുന്നവർ പറയുന്നതാണ് ആത്മനിഷ്ഠാ രീതി അല്ലെങ്കിൽ ആത്മപരിശോധനാ രീതി. ഇടയ്ക്ക് നമ്മൾ സ്വയം ക്രിട്ടിസൈസ് ചെയ്തിട്ട് ചിന്തിക്കും അല്ലേ. അപ്പൊ അതും ഈ ആത്മനിഷ്ഠാ രീതിയിൽ വരുന്നതാണ്. ആദ്യമായി ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തത് വില്യം വൂണ്ടാണ് കേട്ടോ. മനഃശാസ്ത്രത്തിന്റെ പിതാവാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ആദ്യമായി ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തത് വില്യം വൂണ്ടാണ്. ഈ രീതി ആദ്യമായി ഉപയോഗിച്ചത് വില്യം വൂണ്ട് ആണെങ്കിലും ഇതിനെ കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് എഡ്വേർഡ് ടിച്ച്നർ ആണ് കേട്ടോ. എഡ്വേർഡ് ടിച്ച്നർ. അതായത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന്റെ പ്രമുഖ വക്താക്കൾ എന്ന് പറയുന്നത് വില്യം വൂണ്ടും എഡ്വേർഡ് ടിച്ച്നറും ആണ്. അതുപോലെ തന്നെ ഇത് ആദ്യകാല പഠന രീതിയാണ്, ഏറ്റവും പഴയ പഠന രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞതാണ് അല്ലെ. നമ്മൾ സ്വയം വിശകലന വിധേയമാക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ ഇതിന് ചെലവ് കുറവാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത മെത്തേഡിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ മെത്തേഡാണ് നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ്. ഒരാളുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നു. അതായത് ലൈവായിട്ട് നമ്മുടെ മുൻപിൽ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാണ്, നമ്മളത് നിരീക്ഷിക്കുന്നതിനെയാണ് ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിരീക്ഷണ രീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
വിവിധ തരത്തിലുണ്ട് നിരീക്ഷണ രീതി. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിൽ മലയാളത്തിൽ പറയുന്നത് പ്രത്യക്ഷ നിരീക്ഷണം. പ്രത്യക്ഷ നിരീക്ഷണം നമ്മൾ നേരിട്ട് നിരീക്ഷിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് എന്താണോ നടക്കുന്നത് അത് നിരീക്ഷിക്കുന്നതിനെയാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ നിരീക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തത് പരോക്ഷ നിരീക്ഷണം, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി അറിയാതെ നിരീക്ഷിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അധ്യാപിക ക്ലാസ്സിലുള്ള കുട്ടികളെ നേരിട്ട് നിരീക്ഷിക്കുന്നു. അതിനെ പറയുന്നതാണ് പ്രത്യക്ഷ നിരീക്ഷണം അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ. അതേസമയം ഇന്റർവെല്ലിന് കുട്ടികളെ ക്ലാസ്സിന് പുറത്ത് കളിക്കാൻ വിടുകയാണ്. ആ സമയത്തും കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയാണ്, കുട്ടികൾ എങ്ങനെയൊക്കെ ഇടപഴകുന്നുണ്ട്, ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അധ്യാപിക കുട്ടികൾ അറിയാതെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. അടുത്തത് പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇവിടെ നിരീക്ഷകൻ, അതായത് ആരാണോ നിരീക്ഷിക്കുന്നത് അദ്ദേഹം നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്നു. ആരെയാണോ നിരീക്ഷിക്കുന്നത് അവരോടൊപ്പം നിന്ന് നിരീക്ഷിക്കുന്നതിനെയാണ് പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പങ്കാളിത്ത രഹിത നിരീക്ഷണം, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പങ്കാളിത്ത നിരീക്ഷണം പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും പങ്കാളിത്ത രഹിത നിരീക്ഷണം നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനുമാണ്. ഇവിടെ പ്രവർത്തനങ്ങളെ നേരിട്ട് ഇടപഴകാതെ നിരീക്ഷിക്കുന്നതിനെയാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പാക്കി കളിക്കാൻ അനുവദിക്കുകയാണ്. അവിടെ കളി നടത്തുന്നതും നയിക്കുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ കുട്ടികൾ തന്നെയാണ്. എന്നിരുന്നാലും അധ്യാപിക ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്നാണ് പറയുന്നത്. ഇനി ഒരുപാട് മെത്തേഡുകളുണ്ട്. എന്നിരുന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു 4 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അടുത്ത മെത്തേഡാണ് പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള പഠന രീതിയാണ് പരീക്ഷണ രീതി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, പരീക്ഷണങ്ങൾ വഴി ഓരോ കാര്യത്തിന്റെയും വിശ്വാസ്യത തെളിയിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പോൾ ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള പഠന രീതിയാണ് പരീക്ഷണ രീതി. പഠന വിധേയമാകുന്ന വ്യക്തി അറിയപ്പെടുന്നത് സ്വതന്ത്ര ചരം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ്. പഠന വിധേയമാകുന്നത് വഴി ലഭിക്കുന്ന പ്രതികരണം അറിയപ്പെടുന്നത് ആശ്രിത ചരം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നാണ്. ആശ്രിത ചരം ലഭിക്കുന്ന പ്രതികരണം അറിയപ്പെടുന്നത്, പഠന വിധേയമാകുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു അറിയപ്പെടുന്നത് സ്വതന്ത്ര ചരം ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ലഭിക്കുന്ന പ്രതികരണം ആശ്രിത ചരം ഡിപ്പെൻഡന്റ് വേരിയബിൾ. നമുക്കറിയുന്നത് പോലെ പരീക്ഷണ രീതി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഏറ്റവും ചിലവേറിയ മനഃശാസ്ത്ര പഠന രീതിയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ആത്മപരിശോധന രീതിയാണ്. ഏറ്റവും ചിലവേറിയത് പരീക്ഷണ രീതി, മാറിപ്പോകരുത്. പരീക്ഷണ രീതിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും തന്നെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. 1879 ജർമ്മനിയിലെ ലിപ്സീഗിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിക്കുന്നത്. 1879 1879 ജർമ്മനിയിലെ ലിപ്സീഗിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിക്കുന്നത്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ട്. ജർമ്മനിയിലെ ലിപ്സീഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. പരീക്ഷണ രീതിക്ക് കൂടുതൽ പ്രചാരം നേടിക്കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു വില്യം വൂണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? വില്യം വൂണ്ടിനെ കുറിച്ച് മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്, പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. അതുപോലെ തന്നെ ആദ്യമായി ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളതും വില്യം വൂണ്ട് തന്നെയാണ് അല്ലെ. അടുത്തത് നോക്കാം, അഭിമുഖം അല്ലെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡ്. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി 2 അതിൽ കൂടുതലോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം അല്ലെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡ്. നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് കാണലുണ്ട് അല്ലെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് അവൈലബിൾ ആണ് അല്ലെ. ഓരോ ഇന്റർവ്യൂസിൽ എന്താണ് സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്കിനെ കുറിച്ച് 2 പേരോ അല്ലെങ്കിൽ 3 പേരോ 2ൽ കൂടുതൽ ആൾക്കാർ അല്ലെ, 2ൽ കൂടുതൽ ആൾക്കാർ മുഖാമുഖമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന അല്ലെങ്കിൽ സംഭാഷണമാണ് ഇന്റർവ്യൂ മെത്തേഡ് അല്ലെ. അഭിമുഖത്തിന് കുറെ രീതികളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ടെലിഫോൺ, റിസർച്ച് ഇന്റർവ്യൂസ് ഒക്കെയാണ് കേട്ടോ.
അടുത്ത മെത്തേഡ് സർവേ മെത്തേഡാണ് കേട്ടോ. ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ സവിശേഷത്തെ പഠിക്കാൻ സഹായകമായ രീതിയാണ് സർവേ രീതി അല്ലെങ്കിൽ സർവേ മെത്തേഡ്. ഇതുവഴി നമുക്ക് വലിയൊരു ഗ്രൂപ്പിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് നമുക്ക് സർവേ രീതി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. സർവേ രീതിയുടെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ആസൂത്രണം, സാമ്പിൾ തെരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനത്തിലെത്തൽ. ഒന്നുകൂടെ നോക്കാം. ആസൂത്രണം, സാമ്പിൾ തെരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനത്തിലെത്തൽ. അടുത്ത മനഃശാസ്ത്ര പഠന രീതി ക്ലിനിക്കൽ രീതിയാണ്, ക്ലിനിക്കൽ മെത്തേഡ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള മനഃശാസ്ത്ര പഠന രീതി ക്ലിനിക്കൽ രീതിയായിരിക്കും അല്ലെ. മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് കൂടുതലായും ക്ലിനിക്കൽ രീതി ഉപയോഗിച്ച് വരാറുള്ളത്. ഒരിക്കൽ കൂടി പറയാം. മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് കൂടുതലായും ക്ലിനിക്കൽ രീതി ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. ക്ലിനിക്കൽ പശ്ചാത്തലത്തിലുള്ള വ്യക്തിയുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കുന്നു, പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു, വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഇതാണ് ക്ലിനിക്കൽ രീതിയിൽ നടക്കാറുള്ളത്. ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ വ്യക്തിയുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കുന്നു, പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു, വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഓക്കെ. ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ലൈറ്റ്നർ വിറ്റ്മർ ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി പരീക്ഷിച്ചു നോക്കിയത് ലൈറ്റ്നർ വിറ്റ്മർ ആണ്. ഇതിനുശേഷം ലൈറ്റ്നർ വിറ്റ്മറിന് ശേഷം ഫ്രോയിഡ്, ആഡ്ലർ, യൂങ് എന്നിവരും ഈ രീതി ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മനഃശാസ്ത്ര പഠന രീതികളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആത്മപരിശോധനാ രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠാ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെ. നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്. പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ്. അഭിമുഖ രീതി, ഇന്റർവ്യൂ മെത്തേഡ്. സർവേ രീതി, സർവേ മെത്തേഡ്, ക്ലിനിക്കൽ രീതി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. കുറച്ച് മെത്തേഡ്സും കൂടെ ബാക്കിയുണ്ട്. വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. എല്ലാ ക്ലാസ്സുകൾക്കും ശേഷം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് പ്രപ്പ് വിത്ത് ആൻജിസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബ് ചാനലിലും നടത്തുന്നതാണ്. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കേടെറ്റ്, സീടെറ്റ്, LP, UP പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മെച്ചപ്പെടുത്തലുകളും എന്നെ അറിയിക്കാവുന്നതാണ്. മനഃശാസ്ത്ര പഠന രീതിയുടെ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.